വിഷ്ണു നമ്മുടെ വണ്ടിയുടെ നിലവിലെ ടൈം എഞ്ചിൻ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട് എഞ്ചിനകത്ത്. അപ്പം നിലവിൽ നമുക്ക് അഴിച്ച് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ടൈം എഞ്ചിൻ മാറണം. അതേപോലെ തന്നെ വീലുകൾ, റബ്ബർ വീല്, പുഷ് റബ്ബർ, പിന്നെ അതിൻ്റെ ഓറിങ്ങും ഗ്യാസ്കറ്റൊക്കെ വരാം. പക്ഷെ നമുക്കുണ്ടല്ലോ സാധാരണ നിലയിൽ ഈ സാധനം കംപ്ലൈൻറ്റ് വരാറില്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പമ്പ് ചെയ്ത് കയറുന്ന സംഭവം പുഷ് എന്ന് പറയും ഐറ്റം. അപ്പോൾ ഈ ഐറ്റം കൂടി കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റിയതിന് 100-120 രൂപ അങ്ങോട്ട് വന്നുണ്ട്. കറക്റ്റ് റേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതും കൂടി മാറ്റിയിട്ടാലാണ് കാരണം എന്ന് വെച്ചാൽ ഇതല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ ഇടയ്ക്ക് ഇങ്ങനെ ചിലമ്പൽ ഇത് ലീക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ടും ആ സൗണ്ട് കയറി വരിക. നമുക്ക് വല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും വലിയ കാര്യമായിട്ടുള്ള സൗണ്ട് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നല്ലോ. നിലവിൽ ഇതുകൂടി മാറ്റിയിടാം നമുക്ക് കേട്ടോ. ഇത്ര ഐറ്റം നമുക്ക് മാറ്റണം. അത് ചെയിന് മാറണം. ഇത്ര ഐറ്റംസാണ് വന്നത് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതും കൂടി അടക്കമുള്ള എമൗണ്ടാണ് നോക്കിയിട്ട് ഞാൻ പറയാം കറക്റ്റായിട്ട് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തായാലും കുറച്ച് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം കിടക്കുന്ന ഓയിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ലെവൽ ഒഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ മറ്റേ സൈലൻസറിൻ്റെ അവിടെ അതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലം അല്ലായിരുന്നു. സൗണ്ട് അതിൻ്റെ മൗത്ത് ലൂസായിട്ടുള്ള ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ബോൾട്ട് മൗത്ത് ലൂസായിരുന്നു. അത് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദിവസമൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പിന്നെ വാൽവൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പേടാം കേട്ടോ. ഞാനത് അപ്രോക്സിമേറ്റുള്ളൊരു എമൗണ്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയാം എത്ര വേണ്ടേ.